ഹായ്, നമ്മൾ ഇന്ന് റൂബിക്സ് ക്യൂബിന്റെ മൂന്നാമത്തെ ഭാഗം, നമ്മൾ മൂന്നാമത്തെ ക്ലാസ് ആണ് നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മളുടെ ആദ്യം ഈ മഞ്ഞയുടെ ഈ 4 പുറം വൈറ്റ് ആക്കാം. ഓക്കെ, നമുക്കത് വൈറ്റ് ആക്കാം. ഈ ക്ലാസ്സുകളൊക്കെ ഓൾറെഡി എടുത്തു തന്നതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കൺഫർമേഷന് വേണ്ടിയിട്ട് ഒന്നുകൂടി ചെയ്ത് കാണിച്ചതാണ്. ഇത് നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോവാം. നിങ്ങൾ ഈ ഭാഗങ്ങളെ കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ച് പോവാം. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. അതായത് ഇവിടെ ടി പോലെ ആവണം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. ഇവിടെ ഇനി നമുക്ക് വേണ്ടത് ഈ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാം. രണ്ടാമത്തെ കോർണർ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ രണ്ടാമത്തെ കോർണർ, ഈ രണ്ടാമത്തെ ഈ ഒരു ബോട്ടം, ഈ സെൻട്രൽ ഭാഗം ക്ലിയർ ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ക്ലാസ്സിൽ പറയുന്നത്. അതിനുവേണ്ടി കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ മെന്റേഴ്സ് നിങ്ങൾക്ക് അയച്ചു തന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? കാണാപ്പാടം പഠിച്ചിട്ടുണ്ടാവും ആ ഇക്വേഷൻസ്. ഫസ്റ്റ് 2 ഇക്വേഷൻ ആണ് ടോപ്പ് ടു ലെഫ്റ്റും ടോപ്പ് ടു റൈറ്റും. ഈ 2 ഇക്വേഷൻസ് നിങ്ങൾക്ക് ഞാനിവിടെ എഴുതിയിട്ടുണ്ടാവും, സ്ക്രീനിൽ എഴുതി തന്നിട്ടുണ്ടാവും. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ഇക്വേഷൻസ് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവണം. നമുക്ക് ഇതിന് മുന്നേ ടാസ്ക് ആയി നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ടാസ്ക് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഇക്വേഷൻ പഠിക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒരു ഭാഗം ക്ലിയർ ആക്കാന്നുള്ളതാണ്. ക്ലിയർ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ഈ ഒരു ക്യൂബ് പിടിക്കാം. ഈ ഒരു ക്യൂബ് ആദ്യം ഇങ്ങനെ വെക്കാം. അതായത് ഓറഞ്ചിന്റെ കൂടെ തന്നെ ഓറഞ്ച് വെക്കാം. ഇനി ഈ ബ്ലൂ എവിടേക്ക് വരണം വെക്കാം. ബ്ലൂ ഇങ്ങോട്ട്, അതായത് ഇവിടുത്തെ ക്യൂബ് നമുക്ക് വരേണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ വന്നാലുള്ള ഈ ക്യൂബ് ക്ലിയർ ആവും. ക്ലിയർ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ ഉണ്ട്. ടോപ്പ് ടു നമ്മളെ റൈറ്റ്, ടോപ്പ് ടു റൈറ്റ്. ടോപ്പ് ടു റൈറ്റിന്റെ ഇക്വേഷൻ എന്താ? യു ക്ലോക്ക് വൈസ്, റൈറ്റ് യു ആന്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആന്റി ക്ലോക്ക് വൈസ്, യു ആന്റി ക്ലോക്ക് വൈസ്, എഫ് ആൻഡ് യു ആന്റി ക്ലോക്ക് വൈസ് ആൻഡ് ഫേസ് ക്ലോക്ക് വൈസ്. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇവിടെ നിന്നാണ് ക്യൂബിൽ ഇത് ഇങ്ങോട്ടേക്ക് വന്നു ഇല്ല. ഇവിടെ നിന്നാണ് നമ്മളെ ക്യൂബ് ഇങ്ങോട്ടേക്ക് വന്ന് വാക്കുകൾ നമുക്ക് മിസ്റ്റേക്കും പറ്റില്ല, കറക്റ്റായിട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഒരിക്കലും ഈ ക്യൂബിന്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഭാഗങ്ങൾ തിരിക്കരുത്. അതായത് ഇങ്ങനെ തിരിക്കാൻ പാടില്ല. അങ്ങനെ തിരിച്ചാൽ നമ്മൾ ഈ 2 ഇതുണ്ടോ, ഇവിടെ ഓറഞ്ചും നീലോ തിരിക്കാൻ പാടില്ല. നമ്മൾ ഇങ്ങനെ തന്നെ തിരിക്കാൻ പാടുള്ളൂ. അത് ഇങ്ങനെ ഇല്ല. ഇനി നമുക്ക് അടുത്ത ക്യൂബ് നോക്കാം. അടുത്ത ക്യൂബ് നോക്കുന്ന സമയത്ത് ഇതാ ഈ ബ്ലൂ റെഡ്, ഈ റെഡിന്റെ ക്യൂബ് ഇങ്ങോട്ടേക്ക് വരണം. ബ്ലൂ റെഡ് സെയിം ഇക്വേഷൻ തന്നെയാണ്. ആദ്യത്തെ സെയിം ഇക്വേഷൻ എന്നോട് എഴുതി കാണിച്ചിട്ടുണ്ടാവും. ആ സെയിം ഇക്വേഷൻസ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഭാഗത്തിന് എഴുതി കാണിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സെയിം ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് അപ്പ് ക്ലോക്ക് വൈസ്. ഈ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് നമ്മളാണോ ഈ ഒരു ഭാഗം നമ്മൾ ക്ലോക്ക് രൂപത്തിൽ കാണും. ഇതൊരു ക്ലോക്ക് രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു പ്രത്യേക തരം ക്ലോക്ക് നമ്മൾ സൂചി എങ്ങോട്ടാണ് കറങ്ങുക, ഇങ്ങനെയാണ് സൂചി കറങ്ങുന്നത്. ഈ സൂചി കറങ്ങുന്നത് എങ്ങോട്ടാണോ അതാണ് ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പോൾ അപ്പ് ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ സൂചി എങ്ങോട്ടാ കറങ്ങുന്നത് ആലോചിക്കുക, ഇങ്ങോട്ടേക്ക് കറക്കുക. ഇനി ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ സൂചി കറങ്ങുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് കറക്കുക. സൂചി കറങ്ങുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് കറക്കുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ആന്റി ക്ലോക്ക് വൈസ് കിട്ടും. അപ്പൊ ഈ റൈറ്റ് ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ റൈറ്റിന് സൂചി എങ്ങോട്ടാണ് കറങ്ങുന്നത്, ഇങ്ങോട്ടേക്കാണ്. ആന്റി ക്ലോക്ക് വൈസ് പറയുമ്പോൾ ഇങ്ങോട്ട്. ലെഫ്റ്റ് ക്ലോക്ക് വൈസ് പറയുമ്പോൾ ഇങ്ങോട്ടും, ആന്റി ക്ലോക്ക് വൈസ് പറയുമ്പോൾ ക്ലിയർ. ഇതാണ് നമ്മളുടെ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ്. നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് നിങ്ങൾക്ക് കഴിഞ്ഞ ബുധനാഴ്ച ടീച്ചേഴ്സ് പഠിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടാവും. അത് പഠിച്ചു കഴിഞ്ഞവർക്ക് സുഖമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ. അപ്പൊ നമുക്കിത് അടുത്തതെന്ന് പറയുമ്പോൾ സെയിം ഇക്വേഷൻ, നേരത്തെ ചെയ്ത സെയിം ഇക്വേഷൻ. അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ആന്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആന്റി ക്ലോക്ക് വൈസ്, അപ്പ് ആന്റി ക്ലോക്ക് വൈസ്, എഫ് ആന്റി ക്ലോക്ക് വൈസ്, യു ക്ലോക്ക് വൈസ് ആൻഡ് എഫ് ആന്റി ക്ലോക്ക് വൈസ്. ക്ലിയർ. അപ്പൊ ഇവിടെ നിന്ന് ക്യൂബ് എന്തായി, ഇങ്ങോട്ടേക്ക് എത്തി. ക്ലിയർ.
ഇവിടെ ഉണ്ടായിരുന്ന ക്യൂബ് ഇങ്ങോട്ടേക്ക് എത്തി. ഇനി നമുക്ക് അടുത്ത ക്യൂബ് നോക്കാം. ഈ ക്യൂബ് നമ്മൾ എങ്ങനെ ഇങ്ങോട്ടേക്ക് ആക്കണം. ഈ ക്യൂബിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ആക്കണം. അതായത് ടോപ്പ് ടു ലെഫ്റ്റിന്റെ ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒന്നുകൂടി കാണിക്കാം. ഇവിടെ ഒന്നുകൂടി കാണിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അത് നോക്കി ചെയ്യാം. ഓക്കെ, നേരെ ഇക്വേഷൻ നമ്മൾ റൈറ്റിക്ക് ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റ് അവിടെ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് റൈറ്റിക്കുള്ളില് അപ്പ് ക്ലോക്ക് വൈസ് ആയിരുന്നെങ്കിൽ ഇവിടെ അപ്പ് ആന്റി ക്ലോക്ക് വൈസ് ആണ് വരിക. ക്ലിയർ? അത് അപ്പ് ആന്റി ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ആന്റി ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, എഫ് ക്ലോക്ക് വൈസ് ആൻഡ് അപ്പ് ആന്റി ക്ലോക്ക് വൈസ് ആൻഡ് എഫ് ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ ഇവിടെ ക്യൂബ് ഇങ്ങോട്ടേക്ക് എത്തി. ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടുത്തെ ക്യൂബ് തിരിച്ചു വെക്കണം. ഈ ക്യൂബിനെ തിരിച്ചു വെക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഈ ക്യൂബിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കുമ്പോൾ ഈ ക്യൂബ് എന്ത് ചെയ്യും, ഇവിടുന്ന് പോകും. ഈ ക്യൂബ് ഇങ്ങോട്ടേക്ക് എത്തിക്കുമ്പോൾ ഈ ക്യൂബ് ഇങ്ങോട്ടേക്ക് പോകും. നമുക്ക് ഈ ക്യൂബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ടോപ്പ് ടു റൈറ്റിനുള്ള ഇക്വേഷൻ ചെയ്യാം. ടോപ്പ് ടു റൈറ്റിന് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഒന്നുകൂടിയും ചെയ്യാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ് ആൻഡ് യു ആന്റി ക്ലോക്ക് വൈസ് ആൻഡ് റൈറ്റ് ആന്റി ക്ലോക്ക് വൈസ് ആൻഡ് യു ആന്റി ക്ലോക്ക് വൈസ്, എഫ് ആന്റി ക്ലോക്ക് വൈസ് ആൻഡ് യു ആൻഡ് എഫ് ക്ലോക്ക് വൈസ്. ഇവിടെ ക്യൂബ് ഇങ്ങോട്ടേക്ക് എത്തി. ഇവിടെ ക്യൂബ് ഇവിടെ എത്തിയിട്ടുണ്ടാവും, ഇവിടെ എത്തിയിട്ടുണ്ടാവും. സെയിം മെത്തേഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യാം. നമ്മൾ ചെയ്ത സെയിം ഇക്വേഷനെ വീണ്ടും ചെയ്യാം. യു ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ് ആൻഡ് യു ആന്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആന്റി ക്ലോക്ക് വൈസ്, യു ആന്റി ക്ലോക്ക് വൈസ് ആൻഡ് എഫ് ആന്റി ക്ലോക്ക് വൈസ്, യു ക്ലോക്ക് വൈസ് ആൻഡ് എഫ് ക്ലോക്ക് വൈസ്. ക്ലിയർ? അപ്പൊ ഇതാണ് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്. അതായത് ഈ രണ്ടാമത്തെ ക്യൂബ് സോൾവ് ചെയ്ത് നിങ്ങളെ മെന്റേഴ്സിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത്തെ ടാസ്ക് ആയിട്ട് വരുന്നത്. ക്ലിയർ? ഇനി അടുത്തതിൽ ഇവിടെ ഫിഷ് ആക്കാനും അതേപോലെ തന്നെ ഈ ക്യൂബ് സോൾവ് ചെയ്യാനും, നേരത്തെ ക്യൂബ് സോൾവ് ചെയ്യാനുള്ള കൂടി പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ക്ലിയർ?